കപ്പ വെച്ചിട്ട് ഇതുപോലെ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ ടേസ്റ്റി ആയിട്ടും കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതിനായിട്ട് കപ്പ വൃത്തിയാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുക്കറിൽ വെച്ചിട്ടും വേവിക്കാം. ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതാ കപ്പ വേവിച്ചെടുക്കാൻ പോവാണ്. കപ്പ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. അതിന് ശേഷം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ച് കഴിയുമ്പോഴേക്കും ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കഴിയുമ്പം ചുവന്ന മുളകും പച്ചമുളകും നെടുകെ കീറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ച് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അവസാനം ലാസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ മുട്ട പൊരിച്ചത് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്കായാലും ചോറിനായാലും എന്തിൻ്റെ കൂടെയും കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സിമ്പിളായിട്ടുള്ളൊരു കപ്പ വെച്ചിട്ടുള്ളൊരു എളുപ്പത്തിൽ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് അവസാനം ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെയും ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും കൂടെയും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കും. ഇതുപോലെയുള്ള ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും താങ്ക് യു.